നമസ്കാരം. നമ്മുടെ കുട്ടികൾക്കിടയിൽ പൊതുവായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അക്ഷരങ്ങളും സംഖ്യകളും തിരിച്ചെഴുതുക. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയോട് ബി എഴുതാൻ പറഞ്ഞാൽ ഡി എഴുതുന്നു, ജി എഴുതാൻ പറയുന്നു വൈ എഴുതുന്നു, ജെ തിരിച്ചെഴുതുന്നു, സി തിരിച്ചെഴുതുന്നു, അല്ലെങ്കിൽ പി എഴുതാൻ പറയുമ്പോൾ 9 പോലെയൊക്കെ എല്ലാം എഴുതുന്നു, 6 എഴുതാൻ പറയുമ്പോൾ 9 എഴുതുന്നു, 3 തിരിച്ചെഴുതുന്നു. അങ്ങനെ ഏത് ലെറ്റേഴ്സ് ആയാലും ഏത് നമ്പേഴ്സ് ആണെങ്കിലും തിരിച്ചെഴുതുന്ന ഒരു ശീലം കുട്ടികൾക്കിടയിൽ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 4% മുതൽ 12% കുട്ടികളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. പലപ്പോഴും പേരൻസിന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട. 7 വയസ്സാകുമ്പോഴാണ് ഒരു കുഞ്ഞിന് കൃത്യമായിട്ടും അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും സംഖ്യകളും വരെ അവൻ്റെ തലച്ചോറിൽ ഉറയ്ക്കുന്നത്. 7 വയസ്സ് കഴിഞ്ഞിട്ടും അത് ഉറയ്ക്കുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എല്ലാ പേരൻസും മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇത് പരിഹരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എല്ലാം എടുക്കേണ്ടതാണ്. സാധാരണയായിട്ട് 6 കാരണങ്ങളാണ് കുഞ്ഞുങ്ങൾക്കിടയിൽ ബാക്ക്വേർഡ് റൈറ്റിംഗ് ഉണ്ടാക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് പഠന വൈകല്യം. ഈ വാക്ക് എന്തായാലും എല്ലാ പേരൻസും ടീച്ചേഴ്സും കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന പഠന സംബന്ധമായിട്ട് പ്രത്യേകിച്ച് എഴുത്ത്, വായന, കണക്ക് ഈ 3 മേഖലയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് പഠന വൈകല്യം. 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. 10 വയസ്സോടുകൂടി ഇത് പൂർണ്ണമായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ പഠനവൈകല്യം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണമായിട്ട് നമുക്ക് ഈ ബാക്ക്വേർഡ് റൈറ്റിങ്ങിനെ കണക്കാക്കാവുന്നത്. രണ്ടാമത്തേതാണ് കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതായത് പൊതുവെ കണ്ടുവരുന്ന ശ്രദ്ധക്കുറവും അടങ്ങി ഒതുങ്ങി ഇരിക്കായിരിക്കും. അപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രദ്ധ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, അവരുടെ എഴുത്തിനെയാണ് അത് ബാധിക്കുന്നത്. അതിന്റെ ഫലമായിട്ടും ഈ ബാക്ക്വേർഡ് റൈറ്റിംഗ് കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തതാണ് ലെഫ്റ്റ് റൈറ്റ് കൺഫ്യൂഷൻ. അത് പൊതുവെ കുട്ടികളിലുണ്ട്. ഇപ്പോൾ ഇടത് കൈ ഏതാണെന്ന് ചോദിച്ചാൽ വലത് കൈ കാണിച്ചിരും, വലത് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത് ചോദിച്ചത്. അങ്ങനെ കുട്ടികൾക്കിടയിൽ ഇടതുവശവും വലതുവശവും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു കുട്ടി ബിയോ അല്ലെങ്കിൽ ഡിയോ എഴുതുമ്പോൾ അത് വലതുവശത്തേക്കാണോ തിരിയേണ്ടത് അല്ലെങ്കിൽ ഇടതുവശത്തേക്കാണോ തിരിയേണ്ടത് എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നാലാമത്തത് വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഇമ്പയർമെന്റ്. കുട്ടികൾക്ക് കേൾവി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഈ ബാക്ക്വേർഡ് റൈറ്റിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അഞ്ചാമത്തതാണ് പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസുകളായിട്ടുള്ള മാസം തികയാതെയുള്ള പ്രസവം, ഭാരക്കുറവുള്ള കുട്ടികൾ, പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന പ്രഷർ, ഷുഗർ, തൈറോയിഡ്, ബ്ലീഡിങ്, അപകടങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഫിറ്റ്സ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ വളർന്നു വരുന്ന കുട്ടികൾക്കിടയിലും ഈ പറയുന്ന റിവേഴ്സിൽ കണ്ടുവരുന്നുണ്ട്. അവസാനത്തേതാണ് ഡെവലപ്മെന്റ് ഡിലേയുടെ ഭാഗമായിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോബ്ലംസും. കുഞ്ഞുങ്ങൾക്കിടയിൽ ബുദ്ധി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബുദ്ധിയുടെ കുറവ് അവരുടെ പഠനത്തെയും പെരുമാറ്റത്തെയും ബാധിക്കും. അതിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് കാണുന്നതാണ് എഴുത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ. സോ ഈ പറയുന്ന 6 സാഹചര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിടയിൽ ബാക്ക്വേർഡ് റൈറ്റിംഗ് ഉണ്ടാകും. അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ മസിൽ ടെക്നിക് പ്രാക്ടീസ് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ടെക്നിക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികളിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാം. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ അവരുടെ കഴിവിനനുസരിച്ച് നല്ല വിദ്യാഭ്യാസിക യോഗ്യതകളൊക്കെ എല്ലാം നേടിയെടുത്ത് മിടുക്കരാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. കുട്ടികൾക്കിടയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ മുൻപേ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ചില വീഡിയോസ് ഇതിൻ്റെ അവസാനം ഞാൻ എൻഡ് സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് പ്രധാനമായിട്ടും കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ പരിഹരിക്കാം, പഠന വൈകല്യങ്ങൾ എങ്ങനെ നേരത്തോടെ കണ്ടെത്താം, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് പഠന വൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്കും കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കുട്ടിയെ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പാക്കാൻ പറ്റും നിങ്ങളുടെ മക്കൾക്ക്
പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന്. ഇനി അഥവാ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവിധ ഇൻഫോർമേഷൻസ് ഞാൻ നൽകുന്നതാണ്. താങ്ക് യു വെരി മച്ച്.